ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഇന്നത്തെ വീഡിയോ സെറ്റ് എക്സാം എളുപ്പത്തിൽ നേടാനുള്ള ഒരു 5 ടിപ്സാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് നമുക്ക് സെറ്റ് എക്സാം എഴുതി ലഭിക്കുന്നില്ല. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെറ്റിൻ്റെ LBSൻ്റെ വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് എക്സാമിന് എത്ര പേര് അപ്പിയർ ചെയ്തു, എത്ര പേർക്ക് ഇത് ലഭിക്കുന്നുണ്ട്, എത്ര പേരാണ് ഈ ഒരു എക്സാം ഫസ്റ്റ് പേപ്പർ പാസ്സാവുന്നത്, സെക്കൻഡ് പേപ്പർ പാസ്സാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ PG ലെവലിലുള്ള ഒരു എക്സാമാണ്. കേരള LBS നടത്തുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം കഠിനമായ ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് PG ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. എല്ലാവരുടെയും ഡൗട്ടാണ്. പാസ്സാവാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സിലബസിനെ ഒന്ന് നോക്കുക, സിലബസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഒരു കുറച്ച് വർഷത്തെയെങ്കിലും, മിനിമം ഒരു 3 ഇയറിലെങ്കിലും 4 ഇയറിലെങ്കിലും, അത് LBSൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ സിലബസിലൂടെ നോക്കുമ്പം നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാകും. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ കോർ ഏരിയാസ് വരുന്നത് എന്നുള്ളത്. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സിലബസിലോട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹോട്ട് ടോപ്പിക്സ് തന്നെ അത്യാവശ്യം പഠിക്കാനുള്ളതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആ ഹോട്ട് ടോപ്പിക്സിന് തന്നെയാണ്. ഓക്കെ. 2, സിലബസ് നമുക്ക് കൈ കിട്ടി, നമ്മൾ പ്രീവൈക്യൂസും കണ്ടു. അടുത്തത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പലരും ഒരു ജസ്റ്റ് പാസ് പെർസെൻറ്റേജ് മാത്രം നോക്കിയിട്ട് പോകും. പേപ്പർ 1 പാസ്സാകാനുള്ളത്, പേപ്പർ 2 പാസ്സാകാനുള്ളത്. ഇതിവിടെ പേപ്പർ 1ഉം പാസ്സാവണം, പേപ്പർ 2ഉം പാസ്സാവണം, അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഉണ്ടാകുകയും ചെയ്യണം. അതാണ് ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും പഠിക്കണം, നമ്മുടെ ജനറൽ പേപ്പറും പഠിക്കണം. അത് അവസാനമല്ല പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ സബ്ജക്റ്റിന് പരിഗണന 2 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു 45 മിനിറ്റെങ്കിലും ഡെയിലി കൊടുക്കുക. ഇനിയും അവിടെ ജനറൽ പേപ്പറിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർലി മനസ്സിലാക്കണം. കാരണം ഞാൻ കൊമേഴ്സ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, ഞാൻ ആ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് ഇത് പാസ്സാവില്ല. ആ ജനറൽ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു വില്ലൻ ഒളിച്ചിരിപ്പുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്നതും, കാരണം സബ്ജക്റ്റിനകത്തും ജനറൽ പേപ്പറിനകത്തും കറണ്ട് അഫയേഴ്സ് കയറി ചോദിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഒഴിവാക്കി ഒരു കാരണവശാലും നിങ്ങൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. അടുത്ത 3ാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു തവണ സെറ്റ് എക്സാം എഴുതി ആ എക്സാമിന് പരാജിതരായി ഇനി ഒരു 3 വർഷം കഴിഞ്ഞ് അടുത്ത എക്സാം എഴുതാം, അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അപ്പിയർ ചെയ്യുക എക്സാമിന്. വെറുതെ പോയി അപ്പിയർ ചെയ്യുക എന്നുള്ളതല്ല. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും, നിങ്ങൾ ആ ട്രാക്കിലാകും. ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ശ്രമിക്കുന്നവർക്കാണ് എക്സാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യുന്നവരെ അതിൻ്റെ പുറകിൽ തന്നെ ഇരിക്കുക. ഓക്കെ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ആൾക്കാർ പാസ്സാകാത്തതിൻ്റെ പ്രധാന കാരണം ടൈം മാനേജ്മെൻ്റ് ആണ്. സമയം കിട്ടാറില്ല. അതിനു വേണ്ടി എക്സാമിനിപ്പുറം നിങ്ങൾ മാക്സിമം ഒരു 5 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്തു നോക്കുക. മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കാനും നമുക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസോടെ അപ്പിയർ ചെയ്യാനും സാധിക്കുക. മോക്ക് ടെസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ ആ ഹോളിൽ ചെല്ലുമ്പോഴാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നതെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ പ്രോപ്പർ ആവില്ല. അപ്പം മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു കിട്ടാക്കരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ലേ. അപ്പം നമുക്ക് ഇത് സിസ്റ്റമാറ്റിക് പഠനം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ടായിട്ട് പഠിക്കുക. കൺസോളിഡേറ്റഡ് നോട്ടുകൾ എപ്പോഴും കരുതുക, റിപ്പീറ്റഡ് ആയിട്ട് അത് വായിക്കുക. PG ലെവലിലെ പുസ്തകങ്ങൾ കയ്യിൽ കരുതുക. കാരണം അതൊക്കെ നല്ല റെഫറൻസ് മെറ്റീരിയലാണ്. അപ്പം എപ്പോഴും പ്രാധാന്യം ക്വാളിറ്റിയുള്ള റെഫറൻസ് മെറ്റീരിയൽസിനും
റഫറൻസ് ബുക്കുകൾക്ക്, റഫറൻസ് സ്റ്റഡി മെറ്റീരിയൽസ്, റഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പഠനം വളരെ നിങ്ങൾക്ക് ലഘുവാക്കി കാണിക്കും. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് എന്ന് പറയുന്ന കൊമേഴ്സിൻ്റെ ബുക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് കോപ്പി കിട്ടുന്ന രീതിയിലുള്ള സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി ടിപ്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് 6 മന്ത്സിന് ഉള്ളിൽ വരുന്ന ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പം അതെന്തിനാ എഫേർട്ട്, നിങ്ങളുടെ ആ എഫേർട്ടിന് ആ സമയം തന്നെ പ്രതിഫലം കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സാം എഴുതിക്കൊണ്ട് കുറേ വർഷങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയത്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടൈം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം 6 മന്ത്സ് ആണെങ്കിൽ അത് സ്മാർട്ടായിരിക്കണം പഠനം. അവിടെ CC ആപ്പിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, അധ്യാപകരുടെ നോട്ടുകൾ, അതോടൊപ്പം തന്നെ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കളക്ഷൻ, MCQs ഞങ്ങളുടെ ആപ്പിൽ അടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും CC ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. CC ആപ്പിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ താഴെ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പർ ഹെൽപ്പ് ചെയ്ത് തരാൻ, ജനറൽ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി CCയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇനി ഞങ്ങളുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ആ ലിങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ഇനി വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. Download now CC Learning app.